നമസ്കാരം. നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഹ്യൂമൻ റൈറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺസേൺസ് എന്നാണ് ഈ ഒരു ബ്ലോക്കിന്റെ പേര്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് മനുഷ്യാവകാശങ്ങളുടെ ഒരു ആമുഖമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, അതിന്റെ ഡെഫിനീഷൻസ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യാവകാശം എന്ന് പറയുന്നതിന്റെ മീനിങ് മനുഷ്യനായതുകൊണ്ട് മറ്റു യാതൊരു പരിഗണനയും ഇല്ലാതെ മനുഷ്യൻ എന്ന ഒറ്റ പരിഗണന വെച്ചുകൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന ചില പ്രിവിലേജുകളുണ്ട്. അതായത് ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വർണ്ണമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പ്രിവിലേജുകൾ ഒന്നും തന്നെ ഇല്ല. എല്ലാ മനുഷ്യരും സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, ജാതി മത വർഗ ഭാഷ ലിംഗങ്ങൾക്കൊക്കെ അതീതമായിട്ട് മനുഷ്യൻ എന്ന ഒറ്റ ഒരു പരിഗണനയിൽ ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന പരിഗണന, അതാണ് അവകാശങ്ങൾ. അതിനെയാണ് നമ്മൾ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിയുടെ ജീവനും അഭിമാനവും സ്വാതന്ത്ര്യവും ഒക്കെ സംരക്ഷിക്കുന്ന കുറെ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും സമമായി ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. വളരെ ലളിതമാണ്, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന ഒരു ഡെഫിനേഷൻ തന്നെയാണ്. എന്തായാലും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന 1948 ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ജാതി, മതം, വർഗം, ലിംഗം എന്നിവയെ ആശ്രയിക്കാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായി പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ തുല്യമായി ലഭിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയപ്പെടുന്നു. അപ്പൊ മനുഷ്യാവകാശങ്ങളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇത് ഇൻഹെറന്റ് ആണ്, ജന്മസിദ്ധമാണ്. നമ്മൾ ജന്മം കൊണ്ട് ഓരോ മനുഷ്യനും ഇത് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത് യൂണിവേഴ്സൽ ആണ്, സാർവത്രികമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനും സാർവത്രികമായിട്ട് ഒരേപോലെ ഈ ഒരു അവകാശം ലഭ്യമാണ്. അതുപോലെ ഇത് ഇൻഡിവിസിബിൾ ആണ്, അതായത് നമ്മളിൽ നിന്ന് അവിഭാജ്യമാണ്, മുറിച്ചു മാറ്റാൻ പറ്റില്ല. ഇത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കാത്ത ഒന്നാണ്. മനുഷ്യനായി ജനിച്ചു പോയാൽ അന്ന് മുതൽ നമുക്ക് ഈ ഒരു അവകാശം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യരിൽ നിന്നും ഇതിനെ വേർതിരിച്ച് കളയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇത് അപരിഹാര്യവും അതുപോലെ തന്നെ ഇത് നമ്മളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ആർക്കും ഇത് തടയാനായിട്ടും സാധിക്കില്ല എന്നുള്ളത് കൂടി ഓർത്തെടുക്കുക. ഇനി മനുഷ്യാവകാശങ്ങളുടെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഇതിന് നമുക്ക് 3 ജനറേഷൻസ് ആയിട്ടാണ് മനുഷ്യാവകാശങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. 1ാം തലമുറ, 2ാം തലമുറ, 3ാം തലമുറ, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് നോക്കാം ആദ്യ തലമുറ അവകാശങ്ങൾ, അതായത് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒന്നാമത്തെ ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് പൗര രാഷ്ട്രീയ അവകാശങ്ങൾ, അതായത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇതില് സ്വാതന്ത്ര്യത്തോട് നമുക്ക് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ അല്ലെ. ഉദാഹരണത്തിന് ജീവിക്കാനുള്ള അവകാശം, നമുക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള, പ്രകാശിപ്പിക്കാനുള്ള അവകാശം, വോട്ടവകാശം, നിയമത്തിന് മുന്നിലുള്ള അവകാശം, ഇതൊക്കെ ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഇനി അതുപോലെ സർക്കാരിന്റെ അധികാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇനി 2ാം തലമുറ അവകാശങ്ങൾ, അതായത് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പരമായിട്ടുള്ള അവകാശങ്ങളാണ്. എന്ന് വെച്ചാൽ ഒന്ന് ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, അതായത് സമത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയം. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശം, എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, തൊഴിൽ, എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ആരോഗ്യം സംരക്ഷിക്കാനുള്ള എല്ലാവർക്കും ഉള്ള അവകാശം, വിശ്രമവും വിനോദവും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാനുള്ള അവകാശം. ഇത് എന്തായാലും ഒരു വ്യക്തിക്ക് നല്ല ഉയർന്ന ക്വാളിറ്റി ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരം ഉറപ്പുതരുന്ന അവകാശങ്ങളെയാണ് നമ്മൾ 2ാം തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി 3ാം തലമുറയിൽപ്പെട്ട അവകാശങ്ങൾ എന്ന് പറയുന്നത്, 3rd ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഐക്യ അവകാശങ്ങളാണ്. അതായത് കൂട്ടായിട്ടുള്ള, കളക്റ്റീവ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ഇതിൽ വരിക. എന്ന് വെച്ചാൽ സാഹോദര്യത്തോടുകൂടി, ഫ്രട്ടേണിറ്റിയോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സ് ആണ് നമുക്ക് ഇതിൽ പറയുന്നത്. ഉദാഹരണത്തിന് വികസനവുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, സമാധാനത്തിനുള്ള അവകാശം, ശുദ്ധമായ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള അവകാശം, നല്ല ഒരു ലിവിങ് കണ്ടീഷന് വേണ്ടിയുള്ള അവകാശം, അതുപോലെ സ്വയം നിർണയ അവകാശം,
ഇതൊക്കെ തന്നെ സമൂഹത്തിന്റെ കൂട്ടായ പുരോഗതിക്കും വികസനത്തിനും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള അവകാശങ്ങളെയാണ് നമ്മൾ തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ് ലിബർട്ടി, ഇക്വാളിറ്റി, ജസ്റ്റിസ് ആൻഡ് ഫ്രട്ടേണിറ്റി. ഈ പോയിന്റ്സ് ആണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഫ്രഞ്ച് റെവല്യൂഷനെ തുടർന്ന് വന്നിട്ടുള്ള 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. സമത്വം എന്നാല് നിയമത്തിനു മുന്നിൽ എല്ലാവരും ഒരുപോലെ, ജാതി മത ലിംഗ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട് അല്ലെങ്കിൽ ഇത്തരം വിവേചനങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം, അതിനെയാണ് നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുക. സമൂഹത്തില് ഒരുപോലെ സഹവർത്തിത്വവും ഐക്യവും ഒക്കെ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. പരസ്പര ബഹുമാനവും സഹകരണവും ഒക്കെ നിലനിർത്തുന്നതിനെ. അപ്പൊ മനുഷ്യാവകാശങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 ആശയങ്ങളായിട്ടുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ മനുഷ്യാവകാശങ്ങളുടെ പരിണാമം അഥവാ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ എന്തൊക്കെ ലോകത്ത് മനുഷ്യാവകാശം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയൊക്കെയാണ് വളർന്നു വന്നിട്ടുള്ളത് എന്ന് കാണുന്ന രീതിയിൽ മനുഷ്യാവകാശങ്ങൾ നമുക്ക് സ്ഥാപിച്ചു കിട്ടിയത് എപ്രകാരമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന രേഖ എന്ന് പറയുന്നത് 1215 ഉണ്ടായിട്ടുള്ള മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ടയാണ് ഇതിന്റെ തുടക്കം. ഇംഗ്ലണ്ടില് ഈ മാഗ്ന കാർട്ട ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ മനുഷ്യർക്ക് നിർബന്ധമായി ലഭിക്കേണ്ട ചില അവകാശങ്ങളുടെ ഒരു പത്രിക പാസ്സാക്കപ്പെട്ടു. അത് പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് റവല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് നടക്കുന്ന ഒന്നാണ്. അവിടെ പൗരാവകാശങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചു. ഈ രണ്ടാമത്തേത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ പ്രധാനപ്പെട്ട ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ഈ ഭാഗത്തെ മറ്റൊരു നാഴികക്കല്ലാണ് 1948 UN സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പൊ UN രൂപീകരിക്കപ്പെടുന്നത് 2ാം ലോക യുദ്ധാനന്തരമാണ്. ആ ഒരു കാലഘട്ടത്തില് ആഗോളതലത്തില് മനുഷ്യന്റെ അന്തസ്സും അതുപോലെ മനുഷ്യന്റെ അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 പാസ്സാക്കപ്പെട്ടു. ഇതിന് 30 ആർട്ടിക്കിളുകളാണ് ഉള്ളത് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്. അപ്പോൾ ഇത് പ്രകാരം ഇത് മനുഷ്യന്റെ ആഗോളതലത്തിലുള്ള മനുഷ്യന്റെ അവകാശങ്ങളുടെ ഒരു അടിസ്ഥാന രേഖയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മനുഷ്യാവകാശം എന്ന് പറയുന്നത് വ്യക്തിയുടെ ജീവനും അഭിമാനത്തിനും ആരോഗ്യത്തിനും ഒക്കെ നൽകപ്പെടുന്ന സംരക്ഷണമാണ്. അതിന് ഒരൊറ്റ പരിഗണന മാത്രമേ ഉള്ളൂ, അത് മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റ് ഉയർച്ച താഴ്ചകൾക്കും അല്ലെങ്കിൽ മതം, ജാതി തുടങ്ങിയ വിവേചനങ്ങൾക്കൊന്നും തന്നെ യാതൊരു റോളുമില്ല. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു.